ചേട്ടാ, 3-ാം ക്ലാസ്സുകാരനായ തന്റെ മകനൊപ്പം ഭർത്താവിന്റെ വീട്ടുപടിക്കൽ സമരത്തിനിരിക്കുകയാണ് ഒരു യുവതി. കോഴിക്കോടാണ് ഈ സംഭവം. നിറം പോരാ, വിദ്യാഭ്യാസം പോരാ എന്നും പറഞ്ഞ് ഈ യുവതിയെ ഭർത്താവ് മുത്തലാക്ക് ചൊല്ലി ഒഴിവാക്കിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ മുത്തലാക്ക് ചൊല്ലാനാവോ? ഫാസിലിനോട് നമുക്ക് ചോദിക്കണം. ഫാസിൽ ഈ രാജ്യത്താണോ ജീവിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ഫാസിലും ഫാസിലിൻ്റെ വീട്ടുകാരും. ഹസീനയാണ് ഫാസിൽ മുത്തലാക്ക് ചൊല്ലിയിരിക്കുന്ന ഭാര്യ. ഫാസിൽ ഹസീനയെ കാണാൻ പോകുന്ന സമയത്ത് ഇതൊന്നും ഓർത്തില്ലേ? ചില ആളുകൾ അങ്ങനെയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നെ പെണ്ണിന് നിറം പോരാ, സൗന്ദര്യം പോരാ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം പോരാ. ചേട്ടാ, നിങ്ങളിതെല്ലാം കൂടെ ചെന്ന് അന്വേഷിച്ചിട്ടല്ലേ കെട്ടാൻ പോയത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്തായാലും അത് ഒന്നും അന്വേഷിക്കാതെ കല്യാണം കഴിക്കാൻ പോകത്തില്ല. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കാൻ പോയി കുറേ സമയം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട്, അത് മാത്രമല്ല 50 ലക്ഷം രൂപയാണ് വാങ്ങിച്ച് പുട്ടടിച്ചതെന്ന് ഓർക്കണം. 50 ലക്ഷവും ഉണ്ട്, 50 പവനും ഉണ്ട്. അതിൽ 42 പവനും കൊണ്ടുപോയി, ബാക്കിയില്ല. അപ്പോൾ ഇതൊന്നും സ്വർണം വാങ്ങിച്ചിട്ടില്ലെന്നോ, നാണമില്ല. എന്നിട്ടാണ് ആ യുവതി ഹസീന എന്താ ചെയ്തതെന്ന് വെച്ചാൽ, തിരൂർ കോടതിയിൽ നിന്ന് ഉത്തരവും വാങ്ങി വന്നു. അപ്പോൾ ആദ്യം ശില്പ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടെ പറഞ്ഞിട്ട് പറയാം. ഇന്ത്യയിൽ ഈ 2019 മുത്തലാഖ് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവുമായി ഹസീനയ്ക്ക് വരാൻ പറ്റിയത്. ഹസീനയ്ക്ക് പക്ഷേ അവിടെ വരാൻ പറ്റി, തൻ്റെ മകനുമായി വരാൻ പറ്റിയെങ്കിലും ആ വരവ് അറിഞ്ഞുകൊണ്ട് ഈ ഭർത്താവിൻ്റെ വീട്ടുകാരും വീട് പൂട്ടിപ്പൊക്കളഞ്ഞു. അതിനകത്ത് അതിക്രമിച്ച് നമുക്ക് വീട് പൊളിച്ച് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അവർ വീട് പൂട്ടിപ്പോയപ്പോൾ സംഭവിച്ചെന്താ, വീട്ടു വരാന്തയിൽ ഈ അമ്മയും മകനും അവിടെയാണ് കഴിയുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ അവർക്ക് കൃത്യമായ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ആഹാരവുമായി ഈ ഹസീനയുടെ സഹോദരങ്ങൾ വന്നു കഴിഞ്ഞാൽ, ചേളാരി സ്വദേശിയാണ് ഹസീനയുടെ സഹോദരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ ഓടിക്കുക, ഭക്ഷണവുമായിട്ട് വന്നു കഴിഞ്ഞാൽ. പിന്നീട് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമില്ല. അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. വെള്ളം ഉപയോഗിക്കാൻ അവിടെ ഒരു കിണറുണ്ട്, ആ കിണറിൻ്റെ കയറ് അടുത്ത് മാറ്റിയിരിക്കുന്നു, തൊട്ടി എടുത്ത് മാറ്റിയിരിക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ദ്രോഹിക്കുക. ഇയാളെ വീടും പൂട്ടിപ്പോയി, അത് പോട്ടെ, അങ്ങനെ പോട്ടെ എന്നും പറയാൻ പറ്റത്തില്ലല്ലോ, തിരിച്ചു വരണം. പക്ഷേ അവരെ അങ്ങനെ ദ്രോഹിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഇത്ര മനുഷ്യത്വരഹിതമായ ആളുകളാണ്. ഒരു യുവതിയെ വിവാഹം കഴിച്ചിട്ട് വിവാഹമോചനം, തലാക്ക് ചൊല്ലുകയാണ്. തലാക്ക് ചൊല്ലിയതിന് ശേഷം ഇയാൾ വേറെ കല്യാണം കഴിച്ചു. ഈ പെരുന്നാളിന് വീട്ടിൽ പോയ സമയത്താണ്, 2018 ആ സമയത്ത് പെരുന്നാളിന് വീട്ടിൽ പോയ സമയത്താണ് ഈ ഹസീന വീട്ടിൽ പോയി. ആ സമയത്താണ് ഇയാൾ തലാക്ക് ചൊല്ലുന്നത്. ഈ അവിടെയുള്ള ആളുകൾ, അതായത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ മറ്റ് മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രശ്നത്തിൽ വന്നിടപെടുന്നുണ്ട്. പക്ഷേ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ യാതൊരു തരത്തിലും അടുക്കുന്നില്ല. അവർ പറയുന്നത് സ്വർണം വാങ്ങിച്ചിട്ടില്ല, 25 ലക്ഷം രൂപ തരും, ആ 25 ലക്ഷം രൂപ വാങ്ങി പൊയ്ക്കോണം. സ്വർണത്തിൽ 50 പവൻ സ്വർണ്ണമുണ്ട്. 50 പവനിൽ 42 പവൻ ഇവർ എടുത്തു കഴിഞ്ഞു, ഭർത്താവിൻ്റെ വീട്ടുകാർ. ബാക്കി പിന്നെ ഉള്ളത് 8 പവനാണ്. അവർ പക്ഷേ പറയുന്നത് സ്വർണ്ണമൊന്നും വാങ്ങിച്ചിട്ടില്ല, ഞങ്ങൾ സ്വർണ്ണമൊന്നും വാങ്ങിച്ചിട്ടില്ല, 25 ലക്ഷം രൂപ തരും, ഈ 25 ലക്ഷവുമായിട്ട് നിങ്ങൾ പൊക്കോണം, യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഇന്ത്യയിൽ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ഇത്തരം, അതായത് നിയമപരമായ വിവാഹമോചനമല്ല, അതിപ്പോൾ വാക്കാലുള്ള വിവാഹമോചനമാണ്. അത് ഒരേ സമയം 3 തവണ തലാഖ് എന്ന് പറഞ്ഞ് തൽക്ഷണ വിവാഹമോചനമാണ്. മറ്റേത് നമ്മൾ നിയമപരമായി മാസങ്ങളോളം കോടതിയിലേക്ക് പോയി അവിടെ കോടതിയുടെ തീരുമാനത്തിന് വിധേയമായി വിവാഹമോചനം നേടുകയാണ്. ഇവരെല്ലാം വന്ന് ഇടപെട്ടിട്ടും അവർ ദിവസങ്ങളായി അനുഭവിക്കുന്ന നരകയാതന, ഇതിലൊന്നും അവിടെയുള്ള ആളുകൾ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. അതായത് പള്ളി കമ്മിറ്റിക്കാർ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്തൊരു ജനപ്രതിനിധി പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു സമവായം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല, ഒത്തുതീർപ്പുണ്ടാക്കുക. ഇപ്പം ഇങ്ങനെ ഒരിപ്പം വേറെ കല്യാണം കഴിച്ച ഭർത്താവിനൊപ്പം ഇനിയിപ്പോൾ ഇവർക്ക് താമസിക്കാൻ പറ്റില്ല. പക്ഷേ കോടതിയുടെ ഉത്തരവ്, പ്രൊട്ടക്ഷൻ
എന്ന് പറയുന്നത്, കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് അവിടെ താമസിക്കാം എന്നുള്ള ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഉത്തരവ് പാലിക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ്. പക്ഷെ അത് വീട് പൂട്ടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? വീട് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ വീട് നിർബന്ധപൂർവം തുറക്കാൻ പറ്റില്ല. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സമരത്തിൽ ഹസീന ഇറങ്ങിയിരിക്കുകയാണ്. സമരത്തിന് സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ വരുമ്പോൾ തൻ്റെ വിധിയാണെന്ന് സമാധാനിച്ചിട്ട് ആ സ്ത്രീകൾ വിധിയെ പഴിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ പക്ഷേ ഹസീന അങ്ങനെയല്ല ചെയ്തത്. ഹസീന പോരാടാൻ തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് ഹസീന കോടതിയിൽ പോയതും ഫാസിൽ മറ്റൊരു വിവാഹം കഴിച്ചെങ്കിൽ പോലും ആ പോരാട്ട വീര്യത്തിന് കുറവില്ലാതെ ഇവിടെ വരികയും ചെയ്തു. തൻ്റെ മകനെ, ഫാസിലിൻ്റെ മകനുണ്ട്, ആ മകനെ സംരക്ഷിക്കാൻ യാതൊരു ഉളുപ്പുമില്ലാതെ ഈ ഫാസിൽ പറയുകയാണ്, എങ്ങോട്ടെങ്കിലും പൊക്കോന്ന് പറയാ, സ്വന്തം മകനെ സംരക്ഷിക്കണ്ടേ. ഇയാൾക്ക് ഇപ്പോഴാണ് ബോധോദയം വരുന്നത്. നിറവില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ല, സൗന്ദര്യമില്ല, സ്വർണം വേണം, പക്ഷേ ഭാര്യനും വേണ്ട, മകനെയും വേണ്ട, സ്വർണം വേണം. അത് വാങ്ങിച്ച് പുട്ടടിച്ച് 42 പവൻ കൈക്കലാക്കി പുട്ടടിച്ച് അത് തീർത്തു. 1 രൂപ പോലും അവർക്ക് കൊടുക്കത്തില്ല. അപ്പം ഈ 2018 പെരുന്നാൾ ആഘോഷങ്ങൾക്കായി സ്വന്തം വീട്ടിലേക്ക് ഹസീന പോകുന്നു. ഹസീന പോയി കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് പിന്നീട് തിരികെ വിളിച്ചില്ല. തിരികെ വിളിക്കാതിരുന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ വേറൊരു വിവാഹം, തലാക്ക് ചൊല്ലി വേറൊരു വിവാഹം കഴിച്ചു. ഭാര്യയ്ക്കും പുതിയ ഭാര്യയ്ക്കൊപ്പം താമസം തുടങ്ങി. മറ്റേ ആളെ വേണ്ട, മറ്റേ ഭാര്യയെ വേണ്ട, ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ നമുക്ക് യഥാർത്ഥത്തിൽ അവർക്ക് എന്തോരം വിഷമം ഉണ്ടായി കാണും. നിയമപരമായി ആ ബന്ധം വേർപ്പെടുത്താൻ തുനിയാതെ ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്ന ഒരു നിയമത്തിൻ്റെ പിൻബലത്തിൽ ഫാസിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഫാസിലിന് ഇപ്പോൾ ഹസീനയെ വേണോ വേണ്ടേ എന്നുള്ളത്, ഒരുമിച്ച് താമസിക്കേണ്ട എന്നൊക്കെ ഉള്ളത് വ്യക്തിപരമായി അവരവരുടെ ഇഷ്ടമാണ്. നമുക്കതിനകത്ത് കയറി ഇടപെടാനൊന്നും പറ്റില്ല. ഒരാളോടൊപ്പം താമസിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. ഈ വിവാഹം താമസിപ്പിക്കാൻ പറ്റില്ല. വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു കരാറാണ്. അപ്പോൾ അയാൾക്ക് അവരോടൊപ്പം ജീവിക്കാം. പക്ഷേ നമ്മളപ്പോഴും ചോദിക്കുന്നത്, നമ്മൾ കുറേ തവണയായിട്ട് ഇത് ചോദിക്കുന്നു, നമ്മുടെ പ്രേക്ഷകർ പറയും ഒരേ കാര്യം എന്താണ് അത്, നമുക്കത് കാരണം ഇനി ആയാലും വിവാഹം കഴിക്കാൻ പോകുന്ന നമ്മളെ കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് കല്യാണ സമയത്ത് നിങ്ങൾ പോയി കാണുകയാണ് ഒരു യുവതിയെ, ആലോചന വരുന്നു, നിങ്ങൾ പോയി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് സൗന്ദര്യം പോരാ, എനിക്ക് പറ്റിയ ആളല്ല. അങ്ങനെ തോന്നുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി എന്തിനാണ് കെട്ടാൻ പോകുന്നത്? നമ്മളല്ലേ അവരുടെ കൂടെ ജീവിക്കേണ്ടത്. അപ്പം എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരേ വേവ്, കുറേ നേരം സംസാരിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ, ഒരേ വേവ് ലെങ്ത് അല്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ പിന്നെ എന്തിനാണ് ഒരു പാവം സ്ത്രീയെ, ഒരു യുവതിയെ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ദ്രോഹിക്കുന്നത് എന്തിനാണ്? അതായത് മുമ്പ് തീരുമാനിക്കുക. അപ്പോൾ ആ കുട്ടിക്ക് അർഹതപ്പെട്ട ഒരാൾ, വേറെ ആരെങ്കിലും ഒരാളുണ്ടാവും, അയാൾക്ക് ആ നിറം മതിയെന്ന്, അയാൾക്ക് ആ വിദ്യാഭ്യാസ യോഗ്യത മതി, അയാൾ കൊണ്ടുപോയി സുന്ദരിയായിട്ട് അവളെ നോക്കിക്കോളും, നല്ലൊരു ജീവിതം കൊടുത്തോളും. ഇയാൾക്ക് വേറെ ഇഷ്ടപ്പെട്ട സുന്ദരിയായിട്ടുള്ള ഒരാളെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇയാൾ അതിനനുസരിച്ച് വേറെ ആളിനെ കണ്ടെത്തിക്കൊള്ളണം. ഈ പാവത്തിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ദ്രോഹിക്കാൻ പാടുണ്ടോ? അങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഈ ഫാസിൽ ചെയ്തത്. എന്നിട്ട് കോടതി ഉത്തരവുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ, അപ്പോൾ 6 മാസം മുമ്പ് പിരിഞ്ഞ് ഹസീന അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. കാരണം ഒന്ന്, ഇയാൾ ചെയ്യേണ്ടിയിരുന്നത് നിയമപരമായി, ഇയാൾക്ക് ഹസീനയോടൊപ്പം താമസിക്കാൻ താല്പര്യമില്ല, നിയമപരമായി മുന്നോട്ട് പോകാം, ബന്ധം വേർപ്പെടുത്താം. അത് ഈ രാജ്യത്ത് നിയമപരമായി അത് ചെയ്യാമല്ലോ, ഭാര്യയും ഭർത്താവും. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മമ്മൂട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റെല്ലാ ബന്ധവും പോലെയല്ല വിവാഹബന്ധം. വിവാഹബന്ധത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും നമുക്ക് ആ ബന്ധം മുറിച്ച് കളയാം എന്നുള്ളതാണ്. ഇപ്പോൾ അച്ഛനെ നമുക്ക് മുറിച്ച് കളയാൻ പറ്റും, അമ്മയെ മുറിച്ച് കളയാൻ പറ്റും, അല്ലെങ്കിൽ സഹോദരൻ സഹോദരി, ഇവരെയൊന്നും മുറിച്ച് കളയാൻ പറ്റുന്ന ബന്ധമല്ല. പക്ഷേ ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അത് ഏത് സമയത്തും എന്ന് വിചാരിച്ച് നാളെ മുതൽ ഇറങ്ങിയിട്ട് എല്ലാവരും വിവാഹമോചന കേസ് കൊടുക്കണമെന്നല്ല. ഇപ്പോൾ ഒരുമിച്ച് പോകാൻ കഴിയാത്ത ധാരാളം ആളുകൾ ഉണ്ട്. ഇപ്പോൾ പിന്നെ ഒരുമിച്ച് പോകാൻ കഴിയാത്ത ആളുകൾ അങ്ങനെ തന്നെ ഒഴിഞ്ഞു പോകണം എന്നുള്ള ചിന്തയോടുകൂടി കോടതിയിൽ പോകുന്നുണ്ട്. പണ്ട് അങ്ങനെയില്ല, സഹിച്ച് ജീവിക്കുകയാണ്. കുറേയധികം സ്ത്രീകൾ സഹിച്ചങ്ങ് ജീവിക്കും. നാട്ടുകാരെന്ത് വിചാരിക്കും, അതിപ്പോഴും ഉണ്ടല്ലോ, നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്.
അപ്പോൾ ഈ ഫൈസലിനെ പോലെയുള്ള ആളുകൾ, ഫാസിലിനെ പോലെയുള്ള ആളുകൾ, ഫൈസൽ എന്നാണോ ഫാസിൽ എന്നാണോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഫാസിലിനെ പോലെയുള്ള ആളുകൾ നിയമത്തെ പോലും വെല്ലുവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഒരു മനുഷ്യത്വരഹിതമായിട്ടാണ് അവർ പെരുമാറുന്നത്. ഒരു യുവതി ഇത്രയും ദിവസമായി, പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല തണുപ്പാണ് ഈ സമയത്ത്. നമ്മൾ തന്നെ മുറിക്കകത്തിരുന്നാൽ തന്നെ ഈ കാലാവസ്ഥയുടെ മാറ്റം കാരണം നമ്മുടെ തൊണ്ട തന്നെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു യുവതി വീടിന് പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ? ഫാസിലെ നിങ്ങളുടെ കയ്യിൽ കാശില്ല, എന്നാൽ പിന്നെ ഞാൻ ഇത്രാം തീയതിക്കകം തരാം എന്ന് പറഞ്ഞ്, നിങ്ങൾ വാങ്ങിച്ചതല്ലേ, നിങ്ങൾ ഇവരുടെ വിവാഹം കഴിക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ് സ്വർണവും പണവും, അപ്പോൾ അത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അതിനൊരു തീരുമാനമാക്കുക. ഇനി ഈ ഹസീനയ്ക്ക് ഫാസിലിനൊപ്പം ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല, വേറൊരു ആളിനൊപ്പം പോയ അതല്ലല്ലോ. ഇതിനൊരു തീരുമാനം ഉണ്ടാകണം, മനുഷ്യത്വരഹിതമായ പെരുമാറ്റം. എന്നിട്ട് അതിനെ ഇങ്ങനെ ഒരു വലിയ സംഭവമായി മഹത്വവൽക്കരിക്കുക, അതൊരു ശരിയായ കാര്യമല്ല. ഒരു സ്ത്രീയാണ്, ഒരു മകൻ ആണ്, ഒരു പിഞ്ച് ബാലനാണ്. അപ്പം അതൊക്കെ ഓർക്കാൻ പോലും പറ്റുന്നില്ല, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് മനുഷ്യരാണ്? മാത്രം പുറകെ പോകുന്നു. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഈ കാണിക്കുന്ന ഈ ഉളുപ്പില്ലായ്മ അത് നിങ്ങളൊരു മഹാനൊന്നും ആക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കുക, അതാണ് നമുക്ക് പറയാനുള്ളത്. ശരി.